Good morning students. Today we are going to talking about audit of cooperative society. A cooperative society is a democratic institution and it is being managed by elected representatives of the members. One of the important cooperative principle is democratic management. That means the management or control of the cooperative society is vested in the hands of elected representatives of the members of society. So audit helps the members to ascertain whether their elected representatives have efficiently managed the affairs of the society for the common interest of all. Thus, efficient audit ensures the proper management of a society. Audited accounts and balance sheet are reliable document of the creditworthiness of an institution. Through audit, an effective control over the society could be organized. As we know, the management of cooperative society is vested in the hands of elected representative. അല്ലേ, ഇലക്റ്റഡ് റെപ്രസെൻറ്റേറ്റീവ്സിൻ്റെ കയ്യിലാണ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇലക്ട് ചെയ്യപ്പെട്ട മാനേജിങ് കമ്മിറ്റി മെമ്പേഴ്സ് ഇഫിഷ്യൻ്റ് ആയിട്ടാണോ നമ്മുടെ കോപ്പറേറ്റീവ് സൊസൈറ്റി മാനേജ് ചെയ്യുന്നത് എന്നറിയാൻ എല്ലാ മെമ്പേഴ്സിനെയും സഹായിക്കുന്ന ഒരു ഒന്നാണ് ഏതെന്ന് പറയുന്നത് ഓഡിറ്റ് എന്ന് പറയുന്നത്. ഒരു എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ഓഡിറ്റിലൂടെ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പ്രോപ്പർ മാനേജ്മെൻറ്റ് എൻഷുർ ചെയ്യാൻ സാധിക്കും. ദെൻ അതേപോലെ തന്നെ ആ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ക്രെഡിറ്റ് വർത്തിനെസ് എത്രയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഓവറോൾ കൺട്രോൾ എന്ത് ചെയ്യാൻ സാധിക്കും, എക്സസൈസ് ചെയ്യാൻ സാധിക്കും. അങ്ങനെയുള്ള ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഓഡിറ്റ് എന്ന് പറയുന്നത്. Then section 63 of Kerala Cooperative Society deals with audit of cooperative society. It provides that the director of cooperative audit or anybody authorized by him shall audit the accounts of the society at least once in a year. As per this section, the person appointed to audit the cooperative society shall audit the accounts of the society at least once in a year, and that person is known as director of cooperative audit. അതായത് കോപ്പറേറ്റീവ് സൊസൈറ്റികളുടെ ഓഡിറ്റ് നടത്താൻ വേണ്ടി അപ്പോയിൻറ്റ് ചെയ്യപ്പെടുന്ന വ്യക്തിയാണ് ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് എന്ന് പറയുന്നത്. ആ വ്യക്തി ഒരു വർഷത്തിൽ ഒരിക്കലെങ്കിലും കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ എന്ത് കണ്ടക്ട് ചെയ്തിരിക്കണം, ഓഡിറ്റ് കണ്ടക്ട് ചെയ്തിരിക്കണം. ദെൻ ഗവൺമെൻറ്റാണ് ഈ വ്യക്തി എന്ത് ചെയ്യുന്നത്, അപ്പോയിൻറ്റ് ചെയ്യുന്നത്. ഗവൺമെൻറ് ഷാൾ ബൈ നോട്ടിഫിക്കേഷൻ ഇൻ ദ ഒഫീഷ്യൽ ഗസറ്റ് അപ്പോയിൻറ്റ് എ പേഴ്സൺ ആസ് ഡയറക്ടർ ഓഫ് കോപ്പറേറ്റ് ഓഡിറ്റ് വിത്ത് സ്റ്റേറ്റ് വൈഡ് ജൂറിസ്ഡിക്ഷൻ. അതായത് ഒരു സ്റ്റേറ്റ് മുഴുവൻ അധികാര പരിധിയോടുകൂടി ഈ ഒരു ഡയറക്ടറേറ്റ് ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റർ അപ്പോയിൻറ്റ് ചെയ്യുന്ന ആരാണ്, ഗവൺമെൻറ് ആണ്. ആൻഡ് ദി ക്വാളിഫിക്കേഷൻ ആൻഡ് ടേംസ് ഓഫ് കണ്ടീഷൻസ് വിൽ ബി ഓൾസോ പ്രിസ്ക്രൈബ്ഡ് ബൈ ദി ഗവൺമെൻറ്. ആ വ്യക്തിയുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസും സാലറി സ്കെയിലും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഫിക്സ് ചെയ്യുന്നതും ആര് തന്നെയായിരിക്കും, ഗവൺമെൻറ് ആയിരിക്കും. അപ്പോൾ ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റാണ് ഓഡിറ്റ് എന്ത് ചെയ്യേണ്ടത്, കണ്ടക്ട് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ അദ്ദേഹം ഓതറൈസ് ചെയ്യുന്ന വ്യക്തിയാണ് എന്ത് ചെയ്യേണ്ടത്, ഓഡിറ്റ് കണ്ടക്ട് ചെയ്യേണ്ടത്. ദെൻ cooperative audit is a close examination of financial transaction, maintenance of books of accounts, documents and other records of a business, and includes an enquiry into the affairs of the സൊസൈറ്റി. എന്താണ് കോപ്പറേറ്റീവ് ഓഡിറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് കോപ്പറേറ്റീവ് സൊസൈറ്റികളുടെ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ എക്സാമിൻ ചെയ്യുക, ബുക്സ് ആൻഡ് അക്കൗണ്ട്സ് എക്സാമിൻ ചെയ്യുക, ഡോക്യുമെൻറ്റ്സും അതേപോലെയുള്ള മറ്റുള്ള റെക്കോർഡ്സും ബിസിനസ്സുമായി റിലേറ്റഡുള്ള മറ്റുള്ള റെക്കോർഡ്സും ക്ലോസ് സൂപ്പർവിഷൻ നടത്തുക അല്ലെങ്കിൽ എക്സാമിൻ നടത്തുന്നതിനെയാണ് കോപ്പറേറ്റീവ് ഓഡിറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ഇൻക്ലൂഡ്സ് ആൻഡ് എൻക്വയറി ഇൻ ടു ദ അഫെയർസ് ഓഫ് ദി സൊസൈറ്റി. ബുക്സ് ആൻഡ് അക്കൗണ്ട്സ് ഇൻസ്പെക്ട് ചെയ്യുക മാത്രമല്ല, കോപ്പറേറ്റീവ് സൊസൈറ്റികളുടെ എല്ലാ ആക്ടിവിറ്റീസും അഫെയർസും എൻക്വയർ ചെയ്യുക എന്നുള്ളതും ഏതിൻ്റെ സ്കോപ്പിൽ വരുന്നതാണ്, കോപ്പറേറ്റീവ് ഓഡിറ്റിൻ്റെ സ്കോപ്പിൽ വരുന്നതാണ്. ദിസ് ഈസ് സെക്ഷൻ 63 കോപ്പറേറ്റീവ് ഓഡിറ്റ്. ദെൻ നെക്സ്റ്റ് വൺ, അഡ്വാൻറ്റേജസ് ഓഫ് ഓഡിറ്റ്. Apart from the detection of errors and fraud, a regular audit would help to keep the books of accounts of a business concern up to date. The first advantage is it helps to keep the books and accounts of the business concern up to date ആയിട്ട് വെക്കാൻ സഹായിക്കുന്നു. ദെൻ
it helps to detection of errors and frauds. Cooperative audit helps to detect the errors and frauds in the books and accounts and in the affairs of the society. Then it acts as a moral check. The audit act as a moral check, and it also helps to provide an independent opinion to the members general body about the management of their committee and the ഇൻസ്റ്റിറ്റ്യൂഷൻ. ആ ഒരു മോറൽ ചെക്കായിട്ട് അവരെന്താണ് എറേഴ്സ് ഉണ്ടോ ഫ്രോഡ് ഉണ്ടോ അങ്ങനെയുള്ള ചെക്ക് ചെയ്യാനും ഓരോ വ്യക്തികളുടെയും ഒപ്പീനിയൻ എക്സ്പ്രസ് ചെയ്യാനും ഏത് സഹായിക്കുന്നു? ഈ പറയുന്ന ഓഡിറ്റ് സഹായിക്കുന്നു. ദെൻ ടു അസസിങ് ദ ഇൻകം ടാക്സ് ആൻഡ് sales tax. Audited accounts are usually relied upon for the purpose of assessing the income tax and sales tax and also for the disbursement of government assistance. ഇൻകം ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യാനും സെയിൽസ് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യാനും അതേപോലെ തന്നെ ഗവൺമെൻറ് എടുത്ത് കിട്ടുന്ന അസിസ്റ്റൻസ് ഒക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനും ഏത് സഹായിക്കുന്നു? ഓഡിറ്റ് സഹായിക്കുന്നു. ദെൻ ഇറ്റ് ആക്ട് ആസ് എ സേഫ് ഗാർഡ് ടു ദി creditors. An efficient audit is a safeguard to the creditors who investment enabled the institutions to conduct its business. അല്ലേ, ക്രെഡിറ്റേഴ്സിൻ്റെ ഒരു സേഫ് ഗാർഡായിട്ട് ക്രെഡിറ്റേഴ്സിന് അറിയാൻ സാധിക്കും ഈ ഓഡിറ്റഡ് സ്റ്റേറ്റ്മെൻറ്റിലൂടെ എന്താണ് ഇപ്പോഴത്തെ ബിസിനസ് ഓർഗനൈസേഷൻ്റെ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ക്രെഡിറ്റ് വർത്തിനെസ് എന്താണെന്ന് കറക്റ്റായിട്ട് അറിയാൻ സാധിക്കും. ദെൻ ടു അസർട്ടൈൻ ദി കറക്റ്റ് ആൻഡ് ട്രൂ സ്റ്റേറ്റ് ഓഫ് അഫെയർസ് ഓഫ് ദി ബിസിനസ് ഓർ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ കറക്റ്റ് സ്റ്റേറ്റ് എന്താണ് അവരുടെ ഇപ്പോഴത്തെ ആക്ടിവിറ്റി ലെവൽ, അവർ പ്രോഫിറ്റിലാണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ സാധിക്കും? അസർട്ടൈൻ ചെയ്യാൻ സാധിക്കും. ദീസ് ആർ ദി അഡ്വാൻറ്റേജസ് ഓഫ് ഓഡിറ്റ്. നെക്സ്റ്റ് വൺ, ടൈപ്സ് ഓഫ് cooperative audit or types of audit. Mainly there are 4 types of audit. They are concurrent or continuous audit, interim audit, final audit and test audit. And the first one is concurrent audit or continuous audit. As the name indicates, this audit is conducted on regular basis or periodic basis and complete the examinations of the accounts up to date. Continuous ആയിട്ട് നടത്തുന്ന ഓഡിറ്റിനെയാണ് ഏത് നമ്മൾ പറയുന്നത്? കൺകറൻറ്റ് ഓഡിറ്റ് എന്ന് പറയുന്നത്. ഇൻ ദിസ് കേസ് ദ ഓഡിറ്റർ വിസിറ്റ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻസ് റെഗുലർലി ആൻഡ് ചെക്ക് ദി ബുക്സ് ആൻഡ് അക്കൗണ്ട്സ് റെഗുലർലി ആൻഡ് കീപ് ദ അക്കൗണ്ട്സ് അപ് ടു ഡേറ്റ്. ദെൻ ദ സെക്കൻഡ് വൺ ഈസ് ഇൻ്ററിം ഓഡിറ്റ്. ഇൻ്ററിം ഓഡിറ്റ് ഈസ് വൺ പെർഫോംഡ് ബിറ്റ്വീൻ 2 ഫൈനൽ ഓഡിറ്റ്. 2 ഫൈനൽ ഓഡിറ്റിൻ്റെ ബിറ്റ്വീനിൽ നടത്തുന്ന ഓഡിറ്റിനെയാണ് നമ്മൾ ഏതെന്ന് പറയുന്നത്? ഇൻ്ററിം ഓഡിറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഹെൽപ്സ് ദ ഓഡിറ്റർ ടു ഗെറ്റ് ദ ഫൈനൽ ഓഡിറ്റ് ഡൺ ഈസിയർ ആൻഡ് ക്വിക്കർ. അല്ലേ, ഫൈനൽ ഓഡിറ്റ് വളരെ ഈസി ആയിട്ട് നടത്താൻ ഇൻ്ററിം ഓഡിറ്റ് സഹായിക്കുന്നു. അതായത് ഫൈനൽ ഓഡിറ്റ് നടത്തുന്നതിന് മുമ്പാണ് ഏത് നടത്തുന്നത്? ഇൻ്ററിം ഓഡിറ്റ് നടത്തുന്നത്. അപ്പോൾ അതിന് ശേഷമുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്താൽ മതിയായിരിക്കും? ഇൻസ്പെക്ട് ചെയ്താൽ മതിയായിരിക്കും. അപ്പോൾ ഫൈനൽ ഓഡിറ്റ് വളരെ ക്വിക്കായിട്ട് എന്ത് ചെയ്യാൻ സാധിക്കും? പെർഫോം ചെയ്യാൻ സാധിക്കും. The third one is final audit. Final audit is the statutory annual audit and it is done at least once in a year. അതായത് വർഷത്തിൽ ഒരിക്കൽ നടത്തേണ്ട ഓഡിറ്റിനെയാണ് നമ്മൾ ആനുവൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ടേക്കൺ അപ്പ് അറ്റ് ദി ക്ലോസ് ഓഫ് ഫിനാൻഷ്യൽ ഓർ ട്രേഡിംഗ് പീരിയഡ് വെൻ ഓൾ ദി അക്കൗണ്ട്സ് ആർ ബാലൻസ്ഡ് ആൻഡ് എ ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ് ആർ പ്രിപ്പയർഡ്. അതായത് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റാണ്. ഓരോ ഫിനാൻഷ്യൽ ഇയറിൻ്റെയും അവസാനമാണ് നമ്മൾ ഏത് കണ്ടക്ട് ചെയ്യേണ്ടത്? ഫൈനൽ ഓഡിറ്റ് കണ്ടക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ആ ഒരു ഫൈനൽ ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്നതിന് മുമ്പ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ബാലൻസ് ഷീറ്റും അതേപോലെയുള്ള പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും എല്ലാം എന്ത് ചെയ്തിരിക്കണം? പ്രിപ്പയർ ചെയ്തിരിക്കണം. ആ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അടക്കമാണ് ഫൈനൽ ഓഡിറ്റിൽ എന്ത് ചെയ്യുന്നത്? ഓഡിറ്റ് നടത്തുന്നത്. ദ അക്കൗണ്ട്സ് ഓഫ് എവറി സൊസൈറ്റി ഷാൾ ബി ഓഡിറ്റഡ് വിത്തിൻ 6 months ഓഫ് ക്ലോസ് ഓഫ് ഫിനാൻഷ്യൽ ഇയർ ടു വിച്ച് സച്ച് അക്കൗണ്ട്സ് റിലേറ്റ്. അതായത് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഒരു ഫിനാൻഷ്യൽ ഇയർ കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്ന 6 months എന്ത് കംപ്ലീറ്റ് ചെയ്തിരിക്കണം? ഫൈനൽ ഓഡിറ്റ് കംപ്ലീറ്റ് ചെയ്തിരിക്കണം. അപ്പോൾ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റാണ്. ആനുവൽ ഓഡിറ്റിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ഫൈനൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. ദെൻ ദ ഫോർത്ത് വൺ ഈസ് ടെസ്റ്റ് ഓഡിറ്റ്. Test audit is one special type of audit to the cooperative field. കോപ്പറേറ്റീവ് ഫീൽഡിൽ മാത്രമുള്ള ഒരു ഓഡിറ്റാണ് എന്ന് പറയുന്നത് ടെസ്റ്റ് ഓഡിറ്റ് എന്ന് പറയുന്നത്. ദ ഡെപ്യൂട്ടി രജിസ്ട്രാർ ഓർ അസിസ്റ്റൻറ്റ് രജിസ്ട്രാർ ആർ എക്സ്പെക്റ്റഡ് ടു ടെസ്റ്റ് ഓഡിറ്റ് എ ഫ്യൂ സൊസൈറ്റി ടു അസർടെയിൻ വെദർ ദി ഓഡിറ്റർ ഹാസ് ഡൺ ദി ഓഡിറ്റ് correct or not. This is called test audit. This involves
re-audit of accounts of the societies which is already audited by the auditor. എന്താണ് ഇവിടെ പറയുന്നത്? ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ത് ചെയ്തിട്ടുണ്ടാവും? ആ ഒരു ബുക്സ് ആൻഡ് അക്കൗണ്ട്സ് test audit a few society to ascertain whether the auditor has done the audit correctly or not. അതായത് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ഓൾറെഡി ഓഡിറ്റ് നടത്തിയിട്ടുണ്ടാവും. ആ നടത്തിയ ഓഡിറ്റ് കറക്റ്റ് ആണോ എന്നറിയാൻ വേണ്ടിയിട്ട് ഒരു ഡെപ്യൂട്ടി രജിസ്ട്രാർ അല്ലെങ്കിൽ അസിസ്റ്റൻറ്റ് രജിസ്ട്രാർ അത് വീണ്ടും ഏതെങ്കിലും കുറച്ച് കോപ്പറേറ്റീവ് സൊസൈറ്റികൾ വീണ്ടും എന്ത് നടത്തും? ഓഡിറ്റ് നടത്തും. അതായത് ഓഡിറ്റ് ആണ്. ഓൾറെഡി ഓഡിറ്റ് നടത്തിയ കോപ്പറേറ്റീവ് സൊസൈറ്റി വീണ്ടും എന്ത് ചെയ്യപ്പെടുന്നു? ഓഡിറ്റ് ചെയ്യപ്പെടുന്നു. അത് എല്ലാ സൊസൈറ്റിയും എന്ത് ചെയ്യില്ല? ഓഡിറ്റ് ചെയ്യില്ല. സെലക്ട് ആയിട്ടുള്ള ഫ്യൂ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് മാത്രം ഓഡിറ്റ് നടത്തും. ആ ഓഡിറ്റിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ടെസ്റ്റ് ഓഡിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഓൾറെഡി നടത്തിയ ഓഡിറ്റിങ്ങിൻ്റെ കറക്റ്റ്നെസ് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടെസ്റ്റ് ഓഡിറ്റ് നടത്തുന്നത്. ഓക്കെ. ആൻഡ് നെക്സ്റ്റ് ടോപ്പിക് ഈസ് അപ്രോച്ചസ് ടു ഓഡിറ്റ്. അപ്രോച്ചസ് ടു ഓഡിറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏതൊക്കെ തരത്തിലുള്ള ഓഡിറ്റില്ല, ആരൊക്കെയാണ് പ്രധാനമായിട്ടും ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. മെയിനായിട്ട് ഇവിടെ പറയുന്നത് 5 അപ്രോച്ചസ് ഉണ്ട്. ഫസ്റ്റ് വൺ, കോപ്പറേറ്റീവ് ഓഡിറ്റർ, ഓഡിറ്റ് കണ്ടക്റ്റഡ് ബൈ കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ്. കോപ്പറേറ്റീവ് ഓഡിറ്റ് ഈസ് എ സ്റ്റാറ്റ്യൂട്ടറി ഒബ്ലിഗേഷൻ ഓഫ് ദ രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി. കോപ്പറേറ്റീവ് ഓഡിറ്റ് എന്ന് പറയുന്നത് രജിസ്ട്രാറുടെ സ്റ്റാറ്റ്യൂട്ടറി ഒബ്ലിഗേഷനാണ്. അത് ആ ഒരു ഓഡിറ്റ് നടത്തിയിട്ടുണ്ട് എന്ന് എൻഷുർ ചെയ്യേണ്ടതൊക്കെ ആരാണ്? രജിസ്ട്രാറാണ്. അതിനുവേണ്ടി കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ ഉണ്ടെങ്കിൽ പോലും അതിൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് രജിസ്ട്രാർക്കാണ്. ദെൻ ദ അക്കൗണ്ട്സ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി ആർ ടു ബി ഓഡിറ്റഡ് ആനുവലി. Cooperative audit is more comprehensive than any other kind of audit. Unlike any other kind of audit, the cooperative auditor has to go beyond the books and records and make personal enquiries into investigate the actual state of affairs of a particular issue if he deems fit. കോപ്പറേറ്റീവ് ഓഡിറ്റ് എന്ന് പറയുന്നത് മറ്റുള്ള ഓഡിറ്റിൽ നിന്ന് ഡിഫറെൻ്റ് ആണ്. ഒരു സിമ്പിളായിട്ടുള്ള ബുക്സ് ആൻഡ് അക്കൗണ്ട്സ് മാത്രം ഇൻസ്പെക്ട് ചെയ്യലല്ല കോപ്പറേറ്റീവ് ഓഡിറ്റ് എന്ന് പറയുന്നത്. എല്ലാ അഫയേഴ്സും, കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ എല്ലാ അഫയേഴ്സും എന്ത് ചെയ്യണം? ഇൻസ്പെക്ട് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് അപ്രോച്ച് എന്ന് പറയുന്നത് കോപ്പറേറ്റീവ് ഓഡിറ്റ് ആണ്. അതായത് ഓഡിറ്റ് കണ്ടക്റ്റഡ് ബൈ ദ ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ്. ആൻഡ് ദ സെക്കൻഡ് അപ്രോച്ച് ഈസ് ഓഡിറ്റ് ബൈ ദ അക്കൗണ്ടൻറ്റ് ജനറൽ. ഇതെല്ലാം കോപ്പറേറ്റീവ് സൊസൈറ്റിയുമായി റിലേറ്റഡ് ആയിട്ടുള്ളതല്ല. ഏതൊക്കെ തരത്തിലുള്ള അല്ലെങ്കിൽ ആരൊക്കെയാണ് ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. രണ്ടാമത്തെ അപ്രോച്ച് എന്ന് പറയുന്നത് ഓഡിറ്റ് ബൈ അക്കൗണ്ടൻറ്റ് ജനറലാണ്. അക്കൗണ്ടൻറ്റ് ജനറൽ ഓഡിറ്റ് ഈസ് മെയിൻലി ദ ഓഡിറ്റ് ഓഫ് എക്സ്പെൻഡിച്ചർ. നമ്മുടെ രാജ്യത്തെ എക്സ്പെൻഡിച്ചറിനെ കുറിച്ച് നടത്തുന്ന ഓഡിറ്റാണ് ഓഡിറ്റ് ബൈ അക്കൗണ്ടൻറ്റ് ജനറൽ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഓരോ സ്റ്റേറ്റ് വൈസ് ആയിരിക്കാം, അല്ലെങ്കിൽ നാഷണൽ വൈസ് ആയിരിക്കാം. അക്കൗണ്ടൻറ്റ് ജനറൽ ഓഫ് ഇന്ത്യ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അക്കൗണ്ടൻറ്റ് ജനറൽ ഓഫ് ഇന്ത്യ ഈസ് കൺസിഡേർഡ് ആസ് ദി വാച്ച് ഡോഗ് ഓഫ് കൺട്രി എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു എക്സ്പെൻഡിച്ചർ എത്രയാണെന്ന് ഓഡിറ്റ് നടത്തുന്ന ആ ഒരു വ്യക്തിയാണ് അക്കൗണ്ടൻറ്റ് ജനറൽ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഡൺ ഫോർ സേഫ് ഗാർഡിംഗ് ദ ഫിനാൻഷ്യൽ ഇൻട്രസ്റ്റ് ഓഫ് ദ ടാക്സ് പെയർ ആൻഡ് ഓൾസോ ടു അസിസ്റ്റ് ദ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ഇൻ എക്സസൈസിങ് ഫിനാൻഷ്യൽ കൺട്രോൾ ആൻഡ് ഡിസിപ്ലിൻ ഓവർ ദി എക്സിക്യൂട്ടീവ്. അപ്പോൾ ഈ ഒരു നമ്മുടെ രാജ്യത്തെ എക്സ്പെൻഡിച്ചർ എന്ന് നടത്താറുണ്ട്, ഓഡിറ്റ് നടത്താറുണ്ട്. ആരാണ് ഓഡിറ്റ് നടത്തുന്നത്? അക്കൗണ്ടൻറ്റ് ജനറലാണ്. ദ തേർഡ് വൺ ഈസ് ഇൻസ്പെക്ഷൻ ബൈ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ്. ദെൻ ദ എക്സാമിനേഷൻ ഓഫ് അക്കൗണ്ട്സ് ബൈ ദ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ഈസ് ഇൻ ദ നാച്ചർ ഓഫ് ഇൻസ്പെക്ഷൻ ആൻഡ് നോട്ട് ഓഡിറ്റ്. ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റുകൾ നടത്തുന്ന ഇൻസ്പെക്ഷൻ, അത് പല ഗവൺമെൻറ് ഓർഗനൈസേഷനിലും ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റുകൾ എന്ന് നടത്താറുണ്ട്, ഇൻസ്പെക്ഷൻ നടത്താറുണ്ട്. അതൊരു ഇൻസ്പെക്ഷനാണ്, അതൊരു ഓഡിറ്റ് അല്ല. ദ എക്സാമിൻ വെദർ ദി കൺട്രോളിംഗ് ഓഫീസേഴ്സ് മെയിൻറ്റെയിൻ പ്രോപ്പർ അക്കൗണ്ട്സ് ഇൻ റെസ്പെക്ട് ഓഫ് ഓൾ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ ആൻഡ് സബ്മിറ്റ് ദ പ്രിസ്ക്രൈബ്ഡ് റിട്ടേൺ ടു ദ ഗവൺമെൻറ് ആൻഡ് ദ അക്കൗണ്ടൻറ്റ് ജനറൽ. അതായത് ഓരോ ഡിപ്പാർട്ട്മെൻറ്റും അവർക്ക് അവരുടെ കറക്റ്റായിട്ടുള്ള ബുക്സ് ആൻഡ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടോ, അത് ഗവൺമെൻറ്റിനും അക്കൗണ്ടൻറ്റ് ജനറലിനും കറക്റ്റായിട്ട് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെയാണ് ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് നടത്തുന്നത്, ഇൻസ്പെക്ഷൻ നടത്തുന്നത്. ആൻഡ് ദ ഫോർത്ത് അപ്രോച്ച് ഈസ് ഓഡിറ്റ് ബൈ ദ ലോക്കൽ ഫണ്ട് ഓഡിറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്. ലൈക്ക് കോപ്പറേറ്റീവ് ഓഡിറ്റ്, ലോക്കൽ ഫണ്ട് ഓഡിറ്റ് അടുത്തൊരു വേറൊരു ഓഡിറ്റ് നടത്തുന്ന കാറ്റഗറിയാണ്
ലോക്കൽ ഫണ്ട് ഓഡിറ്റ് ഈസ് എ സ്റ്റാറ്റ്യൂട്ടറി വൺ. കോപ്പറേറ്റീവ് ഓഡിറ്റ് പോലെ നിർബന്ധമായി നടത്തേണ്ട ഒന്നാണ് ലോക്കൽ ഫണ്ട് ഓഡിറ്റ് എന്ന് പറയുന്നത്. ദ ഓഡിറ്റ് ഓഫ് അക്കൗണ്ട്സ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ വിച്ച് ആർ മെയിൻറ്റെയിൻഡ് ഹോളി ഓർ പാർട്ട്ലി ഫ്രം ഗവൺമെൻറ് ഗ്രാൻഡ്സ്. അതായത് ഗവൺമെൻറ്റിൻ്റെ ഗ്രാൻഡ് ഉപയോഗിച്ചുകൊണ്ട് മുഴുവനായിട്ടോ അല്ലെങ്കിൽ ഭാഗികമായിട്ടോ പ്രവർത്തിക്കുന്ന എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനിലും നടത്തേണ്ട ഒരു ഓഡിറ്റാണ് ലോക്കൽ ഫണ്ട് ഓഡിറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റ്, ലോക്കൽ ഫണ്ട് ഓഡിറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് ഇങ്ങനെ ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന എല്ലാ ഓർഗനൈസേഷനിലും എന്ത് നടത്തും? ഓഡിറ്റ് നടത്തും. ലോക്കൽ ഫണ്ട് ഓഡിറ്റ് എക്സാമിൻസ് ദ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ലോക്കൽ ബോഡീസ് ആൻഡ് ബ്രിങ് ടു നോട്ടീസ് വേസ്റ്റ്ഫുൾനെസ്. എല്ലാ ലോക്കൽ ബോഡീസിലും ഇൻസ്പെക്ട് നടത്തുകയും അവരുടെ ആ ഒരു ഫിനാൻസിൻ്റെ ഉപയോഗത്തെക്കുറിച്ച് എന്ത് ചെയ്യുകയും ചെയ്യുന്നു? നോട്ട് ചെയ്യുകയും ചെയ്യുന്നു. ദെൻ ലാസ്റ്റ് വൺ, ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഡിറ്റ് കണ്ടക്റ്റഡ് ബൈ ചാർട്ടേഡ് accountants. Audit of the commercial business organizations are conducted by chartered accountants appointed by the shareholders. അല്ലേ, ഷെയർഹോൾഡേഴ്സ് അപ്പോയിൻറ്റ് ചെയ്യുന്ന ചാർട്ടേഡ് അക്കൗണ്ടൻസ് ആയിരിക്കും ബിസിനസ് ഓർഗനൈസേഷൻ എന്ത് കണ്ടക്ട് ചെയ്യുന്നത്? ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ 4 രീതിയിൽ പല പല സ്ഥാപനങ്ങളിലായി എന്ത് കണ്ടക്ട് ചെയ്യപ്പെടുന്നുണ്ട്? ഓഡിറ്റ് കണ്ടക്ട് ചെയ്യപ്പെടുന്നത്. അതിൽ ഒന്നാണ് ഏതെന്ന് പറയുന്നത്? കോപ്പറേറ്റീവ് ഓഡിറ്റ് എന്ന് പറയുന്നത്. ദെൻ ഇപ്പോൾ നമ്മൾ പറഞ്ഞു, ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ഓഡിറ്റ് എന്ന് പറയുന്നത് അത് കണ്ടക്ട് ചെയ്യേണ്ടത് രജിസ്ട്രാറുടെ സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂട്ടിയാണ്. ദെൻ ഇവിടെ പറയുന്നത് കോപ്പറേറ്റീവ് ഓഡിറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡിഫറെൻറ്റ് ഫ്രം കൊമേഴ്സ്യൽ ഓഡിറ്റ് ആൻഡ് ദ കൊമേഴ്സ്യൽ ഓഡിറ്റ് ഈസ് ഡൺ ബൈ ദി ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്. ഓൾറെഡി സെഡ് commercial audit is done by the chartered accountant. The audit of cooperative society to be done and it is affairs viewed specially bearing in mind the cooperative principles and guidance to be given to the institution for improvement and it is done by registrar or person authorized by him. ഒരു കൊമേഴ്സ്യൽ ഓഡിറ്റ് നടത്തുന്നത് പോലെയല്ല, ഒരു കോപ്പറേറ്റീവ് ഓഡിറ്റ് നടത്തുമ്പോൾ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് മൈൻഡിൽ വെച്ചുകൊണ്ടായിരിക്കണം നടത്തേണ്ടത്. അതേപോലെ തന്നെ ഈ ഒരു ഓഡിറ്റർ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷന് പ്രോപ്പറായിട്ടുള്ള ഗൈഡൻസ് കൊടുക്കണം. അപ്പോൾ അത് നടത്താൻ ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റിനേക്കാൾ നല്ലത് ഈ ഒരു പ്രിൻസിപ്പിൾ നന്നായി അറിയുന്ന അല്ലെങ്കിൽ ഈ ഓർഗനൈസേഷനുമായി റിലേറ്റഡ് ആയിട്ടുള്ള ആളുകളായിരിക്കും. അപ്പോൾ രജിസ്ട്രാർ ആണ് ഇത് എന്ത് ചെയ്യേണ്ടത്? കണ്ടക്ട് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ രജിസ്ട്രാർ ഓതറൈസ് ചെയ്യുന്ന വ്യക്തിയാണ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഓഡിറ്റ് എന്ത് ചെയ്യേണ്ടത്? കണ്ടക്ട് ചെയ്യേണ്ടത്. അത് മാത്രമല്ല, കോപ്പറേറ്റീവ് ഓഡിറ്റുമായി ബന്ധപ്പെട്ട് വേറൊരു കാര്യം പറയുന്നത് കോപ്പറേറ്റീവ് ഓഡിറ്റ് ഇൻവോൾവ്സ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റ് ഓൾസോ. അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതിൽ എന്ത് ചെയ്യപ്പെടുന്നുണ്ട്? ഓഡിറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷേ കൊമേഴ്സ്യൽ ഓഡിറ്റിൽ മിയറായിട്ട് ബുക്സ് ആൻഡ് അക്കൗണ്ട്സ് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? ഓഡിറ്റ് ചെയ്യുന്നുള്ളൂ. ആസ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ആർ നോട്ട് ഇൻ ടച്ച് വിത്ത് ദ അഡ്മിനിസ്ട്രേറ്റീവ് മാറ്റേഴ്സ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി ദേ നീഡ് നോട്ട് ബി ഏബിൾ ടു ഡു ജസ്റ്റിസ് ഇൻ ഓഡിറ്റിംഗ് ദീസ് ഇൻസ്റ്റിറ്റ്യൂഷൻ. ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റിന് ഒരിക്കലും കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യില്ല? അറിയില്ല. അതുകൊണ്ട് തന്നെ ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി ഓഡിറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ആ ജസ്റ്റിസ് എന്ത് ചെയ്യാൻ സാധിക്കില്ല? എൻഷുർ ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് മാറ്റേഴ്സ് അറിയുന്ന, ഗവൺമെൻറ് ഓതറൈസ് ചെയ്യുന്ന, രജിസ്ട്രാർ ഓതറൈസ് ചെയ്യുന്ന വ്യക്തിയായിരിക്കണം കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ എന്ത് കണ്ടക്ട് ചെയ്യേണ്ടത്? ഓഡിറ്റ് കണ്ടക്ട് ചെയ്യേണ്ടത്. ഓക്കെ, താങ്ക് യു.